ദുബായിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ അവരുടെ റെന്റ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നെന്ന് തോന്നിയാൽ അതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം? സ്വാഭാവികമായിട്ടും 90 ഡേയ്സ് നോട്ടീസ് തരണം എന്നുള്ളതാണ് ലാൻഡ് ലോഡ് ടെനൻറ്റിന്. അതായത് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും വില്ല ആണെങ്കിലും അതിൻ്റെ റെൻറ്റ് കൂട്ടുകയാണെങ്കിൽ അതും 90 ദിവസം മുമ്പേ നോട്ടീസ് തരണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തത്, നമ്മളുടെ ഈ റെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന റെൻറ്റ് അത് ദുബായിയുടെ റെൻ്റൽ ഇൻഡെക്സിൽ താഴെയാണോ മേലെയാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ കാണുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേജിലേക്ക് പോവാം. അവിടെ റെസിഡൻഷ്യൽ എന്ന് സെലക്ട് ചെയ്തിട്ട് കോൺട്രാക്ട് എൻഡ് ഡേറ്റ്, പ്രോപ്പർട്ടി ടൈപ്പ്, അതുപോലെ ഇൻഡെക്സ് ബൈ ഏതാണ്, ദേവയുടെ പ്രിമൈസ് നമ്പറാണോ അതല്ലെങ്കിൽ ഇജാരിയാണോ, ഏത് നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 60,000 ദിറംസാണ് നമ്മൾ റെൻ്റ് കൊടുക്കുന്നത് വെച്ചോളൂ. നമ്മളുടെ ഈ ബിൽഡിങ്ങിന് ആ ഏരിയയിൽ റെൻ്റൽ ഇൻഡെക്സ് പ്രകാരം 65,000 ദിറംസ് ആണെങ്കിൽ, അതായത് 10% കുറവാണ് നമ്മളുടെ ഇപ്പോഴത്തെ റെൻ്റെങ്കിൽ നമ്മൾക്ക് 0% ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. 11 to 20% ആണെങ്കിൽ, അതായത് ഇപ്പോൾ 60,000 കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 11% മുതൽ 20% വരെ, അതായത് 70,000 അടുത്താണ് നമ്മളുടെ ഇപ്പോഴത്തെ റെന്റ് ഇൻഡെക്സ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് 5% നിങ്ങളുടെ റെന്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 21 to 30% ആണ് ഇപ്പോഴത്തെ റെന്റ് ഇൻഡെക്സ്. നമ്മൾ കൊടുക്കുന്ന 60,000 ആണ്, പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ട് അവിടുത്തെ റെന്റ് ഇൻഡെക്സ് അതിനേക്കാളും 21 to 30% ആണ് കൂടുതലെങ്കിൽ 10% ഇൻക്രിമെന്റ് നടത്താൻ പറ്റും. 31 to 40% ആണ് ഇപ്പോഴത്തെ ഇൻക്രിമെന്റ്. നമ്മൾ പഴയ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ 15% ഇൻക്രിമെന്റ് നടത്താൻ പറ്റും. നമ്മുടെ റെന്റും റെന്റൽ ഇൻഡെക്സും തമ്മിൽ 40% താഴെയാണ് വരുന്നതെങ്കിൽ 20% വരെ റെന്റ് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെന്റൽ ഇൻഡെക്സ് കാണുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മളുടെ ലാൻഡ് ലോഡിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഈ ദുബായിൽ ഇപ്പോൾ ഒരു ക്രാക്ക് ഡൗൺ നടക്കുന്നത് പലപ്പോഴും പാർട്ടീഷനിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തം ഇജാരി വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ നിയമങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സിറ്റി പോലെയുള്ള, ദേര പോലെയുള്ള, കിസീസ് പോലെയുള്ള, കറാമ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ചെറിയ റെൻറ്റിലേക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ചിലർ അക്കോമഡേഷനിലേക്ക് ഗവൺമെൻറ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ താമസിക്കുമ്പോഴും കാശ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടിട്ട് കാര്യമില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും. അതും അല്ലെങ്കിൽ വിശ്വസ്തരായ റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള എക്സ്പേർട്സിനോടോ നിങ്ങൾ അന്വേഷിക്കുക. അതിനുശേഷം മാത്രം ചെയ്യുക. മുനീർ അൽ വഫ വിത്ത് ലവ്.